നമസ്കാരം സ്നേഹത്തുമ്പികളെ. ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് നന്മ ചെയ്യുക, അതിനുവേണ്ടി മാത്രം രാവെന്നില്ല പകലെന്നില്ലാതെ അധ്വാനിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മേയർ. ആ മേയറുടെ കൃത്യമായിട്ടുള്ള സമയോചിതമായ ഇടപെടലിലൂടെ ജീവിതം ഒരു വഴിക്കെത്തിയ യദുവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ യദു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യദുവിനൊരു ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം അറിയാം. അധികാരികൾ മറന്നെങ്കിലും ഞങ്ങളാരും യദുവിനെ മറക്കാറായിട്ടില്ല. അപ്പോൾ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ പ്രൈവറ്റ് ബസ് ഓടുന്നു. പ്രൈവറ്റ് ബസ് ഓടുന്നു, പിന്നെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോകുന്നു. ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നമ്മുടെ KSRTCയുടെ ഒരു മേള നടക്കുന്നു. വെള്ളയമ്പലം വഴി ഇങ്ങനെ പോയായിരുന്നു. യാദർച്ഛികമായിട്ട് മിനിസ്റ്റർ നിൽക്കണ കണ്ടപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയാലോ ഒന്ന്, ചിലപ്പോൾ തിരിച്ചെടുത്താലോ. അപ്പോൾ മറന്നിരിക്കണോണ്ടാണ് എടുക്കാത്തതെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എല്ലാം വണ്ടിയൊക്കെ ഓടിച്ച് കറങ്ങി, AC വണ്ടിയിലൊക്കെ കറങ്ങിയിട്ട് വന്നപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി എല്ലാവരും കുറേ ചേച്ചിമാരും പിള്ളേരെയൊക്കെ ചേർത്ത് നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറി നിന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് തിരക്കൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് ഞാൻ ഒരു വെഹിക്കിളിൻ്റെ വണ്ടിയിൽ ചാരിയാണ് നിന്നത്. ഞാൻ അറിഞ്ഞില്ല, വെഹിക്കിൾ ഇങ്ങനെ 3 സ്റ്റാർ ഉണ്ട്. ആളുടെ ഇങ്ങനെ ഞാൻ കണ്ടില്ല ആളവിടെ നിൽക്കണത്. ഞാൻ പറഞ്ഞു, ഒരു സെക്യൂരിറ്റി മാമ അടുത്തേക്കായിരുന്നു, മക്കളെ നീ പേടിക്കണ്ട, നീ പോയി ചോദിച്ചു ജോലി രേസ് എന്തായെന്ന്, നിന്റെ വാർത്തയെല്ലാം കേൾക്കണേയാണ്. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, ഗണേഷ് കുമാറിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, മാമ നമ്മൾ പാവപ്പെട്ടവൻ, നമ്മളെ കാര്യമൊന്നും അവർക്ക് ഓർമ്മ കാണൂല. ഇപ്പം ഞാനായിട്ട് സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടുവയ്ക്കുകയോ നിയമം ലംഘിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഈ നിൽക്കുന്ന സാറ് പോലും കേസ് എടുക്കും. അപ്പം മറ്റേ വെഹിക്കിൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. സാറിന് മനസ്സിലായില്ലേ, മറ്റേ മേയറെ കേസിലുള്ള KSRTC ഡ്രൈവർ പാവ, അവൻ്റെ ജീവിതം തൊലഞ്ഞു. അപ്പം ഉടനെ സാറ് കുമ്പിട്ടങ്ങ് പോയി. സാറ് ഒന്നും മിണ്ടിയില്ല. ഒറ്റ ക്യാമറ അല്ല, ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗണേഷ് കുമാർ സാറല്ല, ആ MVD ആണ് ഓടിക്കളഞ്ഞ്. ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളെ മുമ്പിൽ തലതായിട്ട് നിന്നേ പറ്റുള്ളൂ. എന്നത് നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണം. അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഈ ഒരു കേസിലായാലും മറ്റേ നവീൻ ബാബു എന്ന് പറയുന്ന ആളെ കേസിലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പാർട്ടിയിൽ ഇവർക്ക് ഇതുള്ളവർ ഇപ്പോൾ ഈ കേസ് വരുന്നുണ്ട്, ഒരു കോൺഗ്രസ്സിലൊരു ആളെ കുറിച്ച് അത് അലിഗേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ മുകേഷ് MLA ആയിരുന്നപ്പോൾ ഉണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങി ഇതെന്തോ എനിക്ക് പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും അതാണ് നീതി ന്യായവും പദവിയുടെ ഗുണം എന്ന് വെച്ചാൽ. ഇറങ്ങി പോവാന് ഇവിടെ പ്രശ്നങ്ങളും ബാക്കിയുള്ള എതിർ പാർട്ടികളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലും MLA സ്ഥാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുകേഷ് കൊടുത്തിട്ടുമില്ല, പാർട്ടി അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം ഭയങ്കര ആവശ്യമാണ്. ഞാന് സത്യം പറഞ്ഞ CIT യൂണിയനിലൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പം പാർട്ടി എന്ന് പറഞ്ഞാൽ പഴയ പാർട്ടിയല്ല. ഞാനിപ്പോൾ ഒരു പാർട്ടിയിലുമില്ല, ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ഒരു പാർട്ടിയിലുമില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ പച്ചയാക്കുന്ന ഏതെങ്കിലും പാർട്ടി വന്നു കഴിഞ്ഞാൽ ചേർന്നേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർട്ടി ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ഒരു പാഠം പഠിച്ച്, ഏതെങ്കിലും ഒരു പാർട്ടി അനുഭാവി ആയിരിക്കണം, അത് പഠിച്ച്. പ്രവർത്തിച്ചിട്ടുണ്ടോ? പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ധനുവച്ചർ IT-യിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഏത് പാർട്ടി എന്നുള്ളത് വ്യക്തമാണ്. കണക്ഷൻ വിട്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ 3-ാം വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ വിവാഹമൊക്കെ ആയതും പിന്നെ പഠിത്തം 3-ാമത്തെ വർഷത്തിൽ തന്നെ നിർത്തി. ഫിലോസഫി ആയിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ്. ഈ പറഞ്ഞ നാട്ടുകാർ പറയും പോലെ മേയറിനെ കാട്ടി പഠിച്ചിട്ടുണ്ട്. മേയറിനെ കാട്ടിലെന്നേ പറയണ്ട, മേയർ എന്താ പഠിച്ചെന്നുള്ളതൊക്കെ ഏതായാലും. പക്ഷെ യദുവിന്റെ ആ ഒരു കേസ് വന്നതോടുകൂടി മേയറുടെ കുറെ ചരിത്രം നാട്ടുകാർക്കെല്ലാം അറിയാൻ പറ്റി. ചരിത്രം ഞാൻ ഇന്നേ വരെ നിങ്ങൾക്ക് എല്ലാ മീഡിയാസിലും ഏതെടുത്ത് നോക്കിയാലും ഇന്നേ വരെ ആയിട്ട് അവരെ എല്ലാ ഡീറ്റെയിലും എനിക്കറിയാം. പക്ഷെ ഇന്നേ വരെ ആ സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ വ്യക്തിത്വത്തെക്കുറിച്ചോ അവരെ ഭർത്താവ് ഇങ്ങനെയെന്നോ അവരെ കുടുംബം ഇങ്ങനെയെന്നോ എനിക്ക് പൂർണ്ണമായിട്ട് അവരുടെ ഡീറ്റെയിൽ എല്ലാം അറിയാം. ഈ കേസും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ചാനലിൽ പോലും അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാം, അവരെ പോലെ പെരുമാറാം. പക്ഷെ ഞാനും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എൻ്റെ കുടുംബത്തിൽ വളർത്തിയതും രീതികളും അങ്ങനെയല്ല. നമ്മൾ ഡ്രൈവർ എന്നുള്ള ഇതിൽ ഡ്രൈവർമാരെല്ലാം തരന്നാന്ന് കിടക്കണം. ഇവര് പറയുന്നത് ഞാൻ അങ്ങനെ അത്ര മോശപ്പെട്ടവനാണ്, സ്ത്രീ വിരുദ്ധമായിട്ടുള്ളവനാണ്. സ്ത്രീ വിരുദ്ധമായതുകൊണ്ടല്ല, ഈ 6 വർഷം
2.5 വയസ്സിൽ മോനെ ഇത് അമ്മ പോയതാണ്. ഇപ്പം അവന് 8 വയസ്സായി. ഞാൻ അങ്ങനെ സ്ത്രീവിരുദ്ധനാണെങ്കിൽ ഒരു 6-7 വർഷമായി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഓരോ വർഷം ഓരോ പെൺകുട്ടികളെ കെട്ടിയാലും 6 പെൺകുട്ടികളെ കെട്ടേണ്ട സമയമായി. അവർ പറയും പോലെ അത്ര പീഡന വീരനാണെങ്കിൽ അപ്പം അങ്ങനെ പറയുന്നവർക്ക് പറയാം, ജനങ്ങൾക്കറിയാം. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ് സിറ്റിയിൽ ഓടണമുണ്ട്. പാർട്ടിക്കാർ പോലും ഞാൻ PSC എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ, വിടിഞ്ഞത്തുള്ള ഒരു പയ്യൻ, അവിടെ നിന്ന് അവനെ പാർട്ടിയിൽ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ വിളി വന്നു, നിങ്ങൾക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടതിന് അവനെ പിടിച്ച് വിരട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് കാര്യം. നമ്മളിപ്പം സത്യമായിട്ട് പറയുന്നത് അവൻ പറയുന്ന അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ അച്യുതാനന്ദനെ കണ്ടാലും മതി, ചേട്ടനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ആള് പോയില്ലേ. ഇപ്പോഴത്തെ രാഷ്ട്രീയം ഒന്നും കാരണം ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയം എന്താണ്, അത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്നും അറിയാത്ത ആളുകളെ ഇപ്പൊ ആശയത്തിലാണ് ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് SFIയിൽ ചേർന്നത്. ആ ആദർശമൊക്കെ ഇപ്പൊ പോയി. അവര് തന്നെ പറയുന്നുണ്ടല്ലോ, മൂർത്തം അല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത് തന്നെ പറഞ്ഞത്. ഒരു നേതാവ് പറഞ്ഞ് ബംഗാളി വെച്ച് 715 രൂപയ്ക്ക് വണ്ടി ഓടിക്കണം പറഞ്ഞു. ഇനി അതിന്റെ കുറവും കൂടെ അല്ല. ഇപ്പൊ അവര് വോട്ട് ചെയ്യണമെങ്കിൽ ഇനി മിക്കവാറും ബംഗാളികളെ കാണുള്ളൂ വോട്ട് ചെയ്യാൻ. അത് ആ ഒരു അവസ്ഥ. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഈ പ്രശ്നം കഴിഞ്ഞപ്പോ എല്ലാവർക്കും, ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കും, എന്തെങ്കിലും നമുക്കെതിരെ ഭീഷണി അങ്ങനെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ, ഹെൽമെറ്റ് കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, അങ്ങനെ വല്ലതും ഉണ്ട്. എന്നെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ നോക്കിയാലും നടക്കാത്തതെന്ന് വെച്ചാൽ ജനങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്നാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പറയും, നീ വണ്ടി ചവിട്ടിയിട്ട് കിട്ടിയില്ലെന്ന് തന്നെ ഇടിച്ച് തെറിപ്പിക്കാത്തതെന്ന് പല ഡ്രൈവർമാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമിന്റെ മേളിൽ കൂടെ പോലും അറിഞ്ഞുകൊണ്ട് കയറ്റൂല. ഈ ചവിട്ടിയിട്ട് കിട്ടാത്ത വരുന്ന വണ്ടിയുടെ കംപ്ലൈന്റ് കൊണ്ട് ചവിട്ടിയാൽ കിട്ടാതെ ഇടിക്കുന്നെങ്കിലേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ആരെയും, ഗണേഷ് കുമാർ സാറ് ഇടയ്ക്ക് പറയുന്ന കേട്ട് എല്ലാരെയും കൊണ്ടുവന്ന് ഇടിക്കുകയാണ്. ഈ 50 പേര് പോണ യാത്രക്കാര് രക്ഷപ്പെടണോ അല്ലെ 2 പേരെ ഇടിച്ച് കൊല്ലണോ? ഒരു ഡ്രൈവർ ഇടിച്ച് കൊന്നു. അതായത് ഡ്രൈവർമാരെ എങ്ങനെയെല്ലാം തരം താഴ്ത്താൻ പറ്റുമോ അതെല്ലാം തരം താഴ്ത്തുകയാണ്. എന്നിട്ട് ജനങ്ങളെ മുമ്പിൽ പ്രീതി പിടിച്ചു പറ്റുകയാണ്. എന്നെ കണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കണ്ടപ്പോ ഞാൻ സാറേ എന്ന് വിളിച്ച് ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇന്ന കേസിലുള്ള ആളാണ്, ഡ്രൈവർ യദുവാണ്, മേയർ കേസിലുള്ള എന്ന് പറഞ്ഞു. തോളി 2 തട്ട് കെട്ടി ശരിയാക്കി തരാം ചിരിച്ച് കളിയാക്കിയിട്ട് പോകും പോലെയാണ് എനിക്ക് ഫീലായി. ഒന്നും ചോദിച്ചില്ല. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഞാൻ ആ സെക്യൂരിറ്റി മാമൻ പറഞ്ഞുകൊണ്ട് മാത്രം പോയതാണ്. ഇദ്ദേഹത്തിൽ നിന്ന് ഈ മറ്റേ ഞാൻ പ്രതീക്ഷിച്ചോളൂ. അല്ല, പുള്ളി ഇപ്പം പക്ഷെ ഇപ്പൊ ഒരു പുള്ളിയുടെ മുഖം പുള്ളി ജനങ്ങൾക്ക് മുമ്പ് കൊണ്ടുവരുന്നത് ജനപ്രിയൻ, ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ പുള്ളി കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നിട്ട് കാര്യമല്ല. അതിൽ കൊണ്ടുവരുന്നതിൽ പലതിലും നമ്മൾ ഒരു വണ്ടി ഇറക്കുമ്പോൾ 10 വണ്ടി ഇറക്കുമ്പോൾ ഒരു ചേസ് ഫ്രീ ആണ്. അത് ഇപ്പം സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക്, ശരണ്യ മോട്ടോഴ്സ് പോലെയുള്ളവർക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇതൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം. നിലവിൽ ആ കേസിന്റെ അവസ്ഥ എന്താ? കേസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് കേസിന്റെ അവസ്ഥ. അങ്ങോട്ടുണ്ടോ ചേട്ടാ അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ടോ ചേച്ചാ ഇങ്ങോട്ടുണ്ട്, അതാണ് അവസ്ഥ. ഇപ്പോൾ കേസ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് എനിക്കെതിരെ എൻ്റെ കേസിൻ്റെ ഒന്നും ആയിട്ടില്ല. മറ്റേ ആ പയ്യൻ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് മേയറുടെ സഹോദരനെ മാത്രം FIR അങ്ങനെയാണ് ഇട്ട്. അല്ല, FIR അങ്ങനെയല്ല. 5 പേരാണ് പ്രതിയുള്ളത്. 5 പേരിൽ 1-ാം പ്രതി മേയർ, 2-ാം പ്രതി സച്ചിൻ ദേവ്, 3-ാം പ്രതി, അങ്ങനെ 3-ാം പ്രതിയോ 4-ാം പ്രതിയാണോ ഇദ്ദേഹം വരുന്നത് ഈ പയ്യെ. അവരെല്ലാം അവര് വലിയ നേതാക്കളായതുകൊണ്ട് അവരെ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രതിനിധികളായതുകൊണ്ട് അവരങ്ങനെ അടുത്ത ഇലക്ഷൻ വരെയില്ല. അതുകൊണ്ടുള്ള ഇതായിരിക്കും. എന്തായാലും ഈ കേസ് മുന്നോട്ട് തന്നെ പോവുള്ളൂ. ഞാൻ ഇനി അടുത്ത കേസ് അത് നമുക്ക് തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് അടുത്ത കോടതി ഫയൽ ചെയ്യും. എൻ്റെ കേസ് പോലീസുകാരല്ല FIR ഇട്ടത്, കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അത്ര ഇൻട്രസ്റ്റ് ഉള്ളവർ ആദ്യം നമ്മൾ ഒരു പരാതി കൊടുക്കുന്നു. ഞാൻ ആദ്യം കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു, 2ാമത് ചേച്ചി കൊണ്ടുവന്ന് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ആദ്യം കൊടുക്കുന്ന ആളെ FIR-ല്ലേ ഇടുകയുള്ളൂ. തന്നെ എൻ്റെ പേപ്പർ മാറ്റി വെച്ചിട്ട് എൻ്റെ പേപ്പറിൻ്റെ ഫോട്ടോ എടുത്ത ഒരു പോലീസുകാരൻ ഫോട്ടോ എടുത്ത് അപ്പം അയച്ചു കൊടുക്കുകയാണ്. ആർക്കാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ 2 പരാതി എഴുതി 2 സമയത്തായിട്ട്. 2 പരാതിയിൽ ഫോട്ടോ എടുത്ത ഒരു പോലീസുകാരനാണ് അയച്ചു കൊടുത്തത്. അത് സിവിൽ ഡ്രസ്സിൽ വന്നിട്ട്. എന്നിട്ട് അടുത്ത ഒരു 10-11 മണിയായപ്പോൾ പറഞ്ഞ്
ഇത് കഴിഞ്ഞിട്ട് അവനെ വിടാം, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചാൽ മതി എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് വിളിച്ച് പറയണത് എനിക്കറിയാം. വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു വേണ്ട, രാവിലെ നേരം വെളുത്തിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ, പിന്നെ ഉറക്കം ശീലിച്ചുണ്ട്, വണ്ടി ഓടിച്ച് അങ്ങനെ ശീലമായി. ഇപ്പോൾ പറ്റൂല. അങ്ങനെ ഇരുന്ന് ആ കസാര തന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു വെള്ളം പോലും, അവിടെ നിന്ന് മിനറൽ വാട്ടർ മാത്രം, മറ്റേ വെള്ളം വീത്തി വെച്ചിരിക്കുന്ന മാത്രം കുടിച്ചു. ചായ വാങ്ങിച്ചു തരാൻ വന്നിട്ട് കടയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിട്ടയച്ച് എൻ്റെ അന്നാണ് ഞാൻ ഡിപ്പോയിൽ പോയി റിപ്പോർട്ട് ചെയ്യണമല്ലോ. എന്നെ രാത്രി വിട്ടില്ലല്ലോ, അപ്പോൾ ഡിപ്പോയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ പേപ്പറും കാര്യങ്ങളൊക്കെ സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് മെമ്മറി കാർഡ് ഞാൻ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. ബസ്സിന്റെ സൈഡിൽ കൂടെ പോയെന്ന്. എന്ത് ചെയ്യാനെന്നാണ് പറയണത്. മെമ്മറി കാർഡ് ഇപ്പം അതിന്റെ ഒരു ആ ബസ് അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എന്നെ വിട്ടാലും ബസ്സിനെ വിടാൻ പാടില്ലായിരുന്നു. അന്നത്തെ രാത്രി ബസ്സിനെ വിട്ടുകൊടുത്തേക്കാണ്. അതായത് ഇവര് അന്നത്തെ ദിവസം രാത്രി ഈ സർവീസ് തൃശ്ശൂർ വിട്ടിട്ട് 2, 3, 4, 5ാമത്തെ ദിവസമാണ് ബസ്സിനെ തപ്പണത്. അയ്യോ മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം അയ്യോ അത് തപ്പി. സംഭവം അതിന് മുമ്പേ മെമ്മറി കാർഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഇത് തൃശ്ശൂർ വെച്ച് ഇവർ മാറ്റിയിരിക്കുകയാണ്. തൃശ്ശൂരാണ് സർവീസ് പോയത്, ഇവിടെ വെച്ച് മാറ്റൂല എന്ന് പറഞ്ഞാൽ അന്നത്തെ പരാതി എടുക്കുന്നത്. ഞാൻ എത്ര പോലീസുകാരെടുത്തും എത്ര ചാനലുകാരെടുത്തും പറഞ്ഞിട്ട് ആരും പുറത്ത് വിട്ടിട്ടില്ല, ആരും പുറത്ത് വിടൂല. എല്ലാവരും എന്തൊരു പേപ്പർ നാരങ്ങയുടെ മുട്ടായിയുടെ കവർ കളഞ്ഞു, കൂള് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ആൾക്കാർ ഞാൻ എല്ലാ ചാനലിൻ്റെ അടുത്തും പറഞ്ഞു. പക്ഷെ ആരും ഇത് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കളയുന്നത് നമ്മൾ ഈ ഉറക്കം വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെറ്റയും പാക്കും ഒക്കെ വെച്ചിട്ട് ചവച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചു വെച്ചിരിക്കും. അങ്ങനെ നാരങ്ങ മുട്ടായി വയറ്റിൽ അബ്ബി പോയപ്പോൾ നാരങ്ങ മുട്ടായി കിട്ടി. അതിൻ്റെ കവർ എടുത്ത് കളഞ്ഞതും ബിസ്ക്കറ്റിൻ്റെ കവർ ഫ്രണ്ടിൽ എന്തായാലും ഇവർ ഡോറ് വലിച്ചു തുറന്ന്, അപ്പോൾ അതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് കളഞ്ഞതാണ്. ഇവരിങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഇത് മറ്റേതാണ്, അതിൻ്റെ പേപ്പറാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ചാനലുകാർക്ക് അത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് വേറൊരു കഥ ഉണ്ടാക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ കിടന്ന ഊപ്പാട് വന്നത് എനിക്കേ അറിയുള്ളൂ, എൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ അതല്ല ബസ്സിലെ കണ്ടക്ടറുടെ നിലപാടെന്തായിരുന്നു? കണ്ടക്ടറിന്റെ നിലപാടൊന്നുമില്ല. കണ്ടക്ടർ ഇത് പാർട്ടി പ്രവർത്തകനും അവൻ ഒരു പാർട്ടിയിലും ഇല്ലെന്നൊക്കെ പറയുന്നു. പക്ഷെ അവൻ DFIയുടെ പ്രവർത്തകനാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതും. റഹീമനാവാം അപ്പോൾ അവിടെ വെച്ച് വിളിക്കണമെങ്കിൽ അവ ഒരു പ്രവർത്തകൻ അല്ലാതെ ഇരിക്കണമല്ലോ. അവ അന്നേ നിമിഷം വിളിക്കുകയാണെന്നാണ് പറഞ്ഞത്. നീ പേടിക്കണ്ട, സ്റ്റേഷനിൽ ഇരുന്നപ്പോഴും എന്നെ വിളിച്ചു, നീ പേടിക്കണ്ട, ഞാൻ റഹീമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് തീരേണ്ട കേസാണ്. ഇവരെ ഈ ഒറ്റ അഹങ്കാരം കൊണ്ടും ഭയങ്കര ധാർഷ്ട്യം എന്ന് വെച്ചാൽ ഭയങ്കര ധാർഷ്ട്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മേയറാണെങ്കിൽ നമ്മളിപ്പോ അഥവാ അങ്ങനെ വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും മേയറായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാന്നുള്ള ഒത്തിരി പവറുണ്ട്. അവർക്ക് ഫോൺ വിളിച്ച് പറയാം, പോലീസുകാരുടെ അടുത്ത് പറയാം. അല്ലാതെ വന്നെന്ന് പാളയത്ത് വന്നെന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടിട്ട് റോങ് വിലം കിട്ടിട്ട് അപ്പൊ നാളെ തൊട്ട് നമുക്കും ഇതേപോലെ ഭരണ പരിധിയിൽ കോർപ്പറേഷൻ പരിധിയിൽ വേറൊരാളാണ് അങ്ങനെ ഒരു KSRTC ഇവർ ഉദ്ദേശിച്ച PMGയിൽ വെച്ച് അവസരം ഉണ്ടായിരുന്നു. അതിന് താഴോട്ട് വെച്ച് എത്രയോ അവസരം ഉണ്ടായിരുന്നു. ഇവര് അവിടെ വെച്ചൊന്നും ചെയ്യാതെ സാബല്യത്തിന് ഫ്രണ്ട് വന്നത് അവരെ ഏരിയ. അപ്പോൾ കുറെ ആൾക്കാർ കൂടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിട്ട് കൂടിയ ആൾക്കാരൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നു. കുന്നുകുഴി കോളനിക്കകത്തുള്ളതൊക്കെ എൻ്റെ പരിചയക്കാർ, എനിക്ക് നല്ല പരിചയമുള്ളത്. മാഡം വിചാരിച്ചത് ഞാൻ ഈ പ്രദേശത്തുള്ള ആളല്ല, ഞാൻ തിരുവനന്തപുരംകാരനല്ല, നേമത്തെ സ്വദേശിയാണെന്നുള്ളത് അറിഞ്ഞുകൂടെയാണ്. ഞാൻ നേമം സ്വദേശിയാണ്, തിരുവനന്തപുരംകാരാണ്. പാളയം സാബല്യത്തിന്റെ അകത്ത് ഞാൻ അരച്ചു കുടിച്ച് കളിച്ച് ഞാൻ ഇവിടെ നടന്നവനാണ്. ഞാൻ BJP കാരനാണെന്നാണ് എതിർക്കുന്നോണ്ട് BJP കാരനാണ് എന്നാണ് ഞാൻ വിചാരിച്ചു. ഇന്ന് ഈ പ്രാവശ്യം എന്താ രാഖി വാങ്ങിച്ച് കെട്ടി കഴിഞ്ഞാൽ ഇവര് ഉറപ്പിക്കും അതാണെന്നുള്ള. ന്യായമായിട്ട് ഞാൻ നിന്നിട്ട് പോലും ആരും VD സതീശൻ സാറിനെ കണ്ടു, നേരിട്ട് പേപ്പർ കൊടുത്തു. സാറ് ആകെ നിയമസഭ ഇതിൽ പറഞ്ഞെന്ന് വെച്ചാൽ സച്ചിൻ ദേവ് എന്തോ വാദർന്നെന്തോ പറഞ്ഞ് പാളയത്ത് KSRTC ബസ് തടഞ്ഞ പോലെ അല്ല എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ കേസിൻ്റെ ഡീറ്റെയിലും പേപ്പറും ഇതെല്ലാം പരാതി കൊടുത്തതും ഇത്ര മണിക്ക് 9:30 കൊടുത്തത്, 10:30 കൊടുത്തു, 11 മണിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി എല്ലാം എടുത്ത് കൊടുത്തതാണ്. ഞാൻ വിചാരിച്ചു നമ്മൾ മനുഷ്യത്വപരമായിട്ട് ആയാലും നമ്മളെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇവർ എല്ലാ പാർട്ടിക്കാരും
എനിക്ക് തോന്നണ ഒരു അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ട് ഇവര് കാണുമ്പോഴത്തേക്ക് കീരിയും പാമ്പും പോലെ ഇരിക്കും. ആ ഈ മണ്ടന്മാരായിട്ടുള്ള പ്രജകളാണ് അടി, രാജാക്കന്മാരെ തമ്മിൽ അടിയില്ല എന്ന് പറയും പോലെയാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കണേ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്ത് ആയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, നമ്മുടെ കുടുംബവും നമ്മളും രക്ഷപ്പെട്ടേനെ. സത്യം പറഞ്ഞാൽ അതാണ്, വല്ല പാർട്ടിയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ മേയർ ഇനി നിൽക്കണേൻ്റെ എവിടെയെങ്കിലും ഓപ്പോസിറ്റ് ആരെങ്കിലും നിർത്തുമെങ്കിൽ കയറി നിൽക്കായിരുന്നു എന്ന് വിചാരിച്ചു. മേയർ നിയമത്ത് നിർത്തുമെന്നാണ് അറിഞ്ഞത്. മേയർ കഴിഞ്ഞ ദിവസം പറയുന്നത് ആഹാരം പോലും ഞാൻ കഴിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഇവിടെ അത് തന്നെ പറഞ്ഞ ജോയി ചേട്ടന്റെ അവസ്ഥ മനസ്സിലായില്ലേ? ജോയി ചേട്ടന്റെ അവസ്ഥ വീട് വെച്ച് തരാൻ തള്ളലിനൊരു കുറവുമില്ല, തള്ളി തള്ളി മറിക്കുകയാണ്. അതെ, അവര് അവിടെ ചെന്ന് കരഞ്ഞ കരച്ചിലും. അത് തന്നെ ഇവിടെ എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ കരഞ്ഞില്ല, വേദന വന്നില്ല. ഒരാള് ഈ വിഴുന്ന് ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള വേസ്റ്റുകളാണ് റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നത്. അതായത് ആമയിഴഞ്ചാം തോടിന്റെ എല്ലാ തിരുവനന്തപുരം നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാലി കൂടെയാണ് റെയിൽവേയുടെ അകത്തൂടെ പോവേണ്, എന്നിട്ട് റെയിൽവേയുടെ ചവറാണ് പോണത്. എന്നിട്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ കാണിച്ച് ജനങ്ങളെ വീഴ്ത്താൻ വേണ്ടിട്ട് പലതും ചെയ്താലും ജനങ്ങൾക്ക് കാണുമ്പോ അറിയാം. ഇപ്രാവശ്യം ചുടിയല് മോഷണം പോയില്ല, ഇല്ലാത്ത പൊങ്കാല നടത്തി, അത് കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ ഞാൻ ഇതുവരെയ്ക്കും ഒരു ചാനലിൽ ഇവർ ചെയ്തതോ ഇവരെ നെഗറ്റീവോ ഇവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ജനങ്ങൾ ഇത്രയൊക്കെ ആയാലും ജനങ്ങൾ മന്ദബുദ്ധികളായിട്ട് പിന്നെയും വോട്ട് ഇട്ട് കൊടുക്കും. അടുത്ത പ്രാവശ്യം ഇവർ തന്നെ നീതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നീതി എന്ന് പറയുന്ന കിട്ടുന്ന അടുത്തോളം ഞാൻ കേസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നീതി കിട്ടുന്നവരെ ഞാൻ കേസ് പറയും, എനിക്ക് തൃപ്തികരമാവണം നീതി, അതുവരെ കേസ് പറയും. കേസ് എങ്ങനെയായാലും ഇപ്പോൾ വണ്ടി ഓടിയാലും പ്രൈവറ്റ് വണ്ടി ഓടുമ്പോൾ അപ്പോൾ ശമ്പളം കൈ കിട്ടുന്നുണ്ട്, അത് ഓടിയായാലും. പിന്നെ മോൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൻ്റെ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതിന് കേസിന് നടക്കുമ്പോൾ അവൻ്റെ പഠിത്തം പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അത് അന്നൊരു ഭയങ്കര സംശയമായിരുന്നു ഈ കൂറ്റാക്കൂരി ഇരുട്ടത്ത്. കൂറ്റാക്കൂരി ഇരുട്ടത്തല്ല, ആ ബസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ബസ്സില്ലേ 101, ഇന്നലെയും കൂടെ ഞാൻ കണ്ട ആ ബസ്സിനെ കണ്ട്. അത് ഉല്ലാസയാത്ര എന്തോ ഇതിൽ വന്നിട്ട് കൊച്ചുവേളിയിലേക്ക് ആളുകളെ ഇറക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഞാനാണ് സൈഡ് പറഞ്ഞു കൊടുത്തത്, കണ്ടക്ടർ ഇല്ലാത്ത ഡ്രൈവർ എൻ്റെ ഭയങ്കര പരിചയക്കാരനാണ്. ഞാൻ പറഞ്ഞ അണ്ണാ എൻ്റെ ജീവിതം നശിപ്പിച്ച വണ്ടിയാണ് അത് വഴുതക്കാട് വിമൻസിന്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങേര് ചിരിയോട് ചിരി. ഈ അണ്ണാ ഈ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ നിങ്ങളൊന്ന് കൈയിട്ട് വെളിയിലോട്ട് വണ്ടി തിരിയാൻ വേണ്ടി ഒന്ന് കാണിച്ചാൽ അത് പറ്റൂലടേ. പിന്നെ അവര് പറയണ കൈ വെളിയിട്ട് കാണിച്ചെന്നല്ലേ പറയുന്നത്. അവര് പറയുന്നത് കറക്റ്റാണ്. എന്തെന്ന് വെച്ചാൽ 3 പേര് ഒരു വാഗണർ കാറിൽ 3 പേര് ഇരുന്ന്, ലേഡീസ് അല്ലെങ്കിൽ ഒരു 2 ലേഡി ഒരു ജെൻസും ഇരിക്കുന്ന ഫ്രണ്ടിൽ മൊത്തം 5 പേരുണ്ടായിരുന്നു. ഒന്നീ കാറിന്റെ മേളിൽ ഓപ്പണിങ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വണ്ടി ഓപ്പോസിറ്റ് വരണം. എന്നാലും ഈ ഇരുട്ടത്ത് കാണാൻ ഒരു വഴിയില്ല. ഡ്രൈവറുടെ നാക്കോ പല്ലോ കയ്യോ കാലോ ഇനി ഡ്രൈവർ ഏത് വസ്ത്രം ഉടുത്തേക്കുന്നോ ഉടുത്തിട്ടില്ലേന്നോ അറിയാൻ പറ്റൂല. അത് ഞാൻ പലതവണ എനിക്ക് സംശയമായിട്ട് ഞാൻ രാത്രിയിൽ പാളയത്തു നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇവര് പറയണ ശരി എന്തേത് അറിയാൻ വേണ്ടി ഞാൻ പാളയത്തു നിന്ന് പോയിട്ടുണ്ട്. എന്റെ ചേച്ചി വലിയ മക്കളുണ്ട്, അവര് പറയണേ ഇതെവളെ എങ്ങനെ കണ്ടെന്നാണ്. ഞാനൊരു മേയറായ ഞാൻ വന്നിട്ട് വഴി മാറി തന്നില്ലേ എന്നുള്ള ഒരു ധാർഷ്ട്യം മാത്രമാണ്. അല്ല, പക്ഷെ അവര് മേയറാണെന്ന് മേയറാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. നമ്മള് മേയറാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഇപ്പം ചേച്ചി മേയറാ അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ ആ ബഹുമാനം കൊടുക്കണമല്ലോ. ഇതിപ്പോ ഏതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രി വന്നാലും 4ാം ക്ലാസ്സും കുസ്തിയായിരുന്നാലും നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയായാലും മേയറായാലും പഠിത്തമില്ലെങ്കിലും പോലീസുകാരൻ IAS വരെ ഈ 4ാം ക്ലാസ്സുകാരനെ സലോട്ട് ചെയ്തേ പറ്റുള്ളൂ മന്ത്രിയായി കഴിഞ്ഞാൽ. ഇപ്പൊ അത് പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ്. അപ്പൊ അത് ഇപ്പോൾ ഇവർ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കറിയാം. ഇപ്പം എല്ലാവരെയും മേയറിനെ അറിയണ ദൈവത്തിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ നമുക്ക് അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞല്ല. നമ്മൾ രാവിലെ വെളുക്കണമെന്നും അറിയില്ല, രാത്രി ആവുന്നതും അറിയുന്നില്ല, അങ്ങനെ വണ്ടി ഓടിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ആ KSRTC റസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല, ഉറക്കം എന്ന് പറയണത് കിട്ടാറേ ഇല്ല. ഇന്നേ വരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ആ നടി ഒരാൾ വന്നില്ലേ, എനിക്കും ഇതേപോലെ പറ്റിയെന്ന് പറഞ്ഞിട്ട് വന്ന്, അത് നടി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഞാൻ ഇത് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്നാമത്തെ ദിവസം അവർ ഇത് പറഞ്ഞപ്പോൾ മേയറിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ അന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ വല്ല സംഭവം വല്ലതും നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, അന്നത്തെ വന്ന കണ്ടക്ടറിന് അങ്ങനെ വല്ല സംഭവം നടന്നു.
അങ്ങനെ ഒരു സംഭവം നടന്നില്ല. ഇതേപോലെ ഒരു കാറിട്ട് ഒരാൾ ഡാൻസ് കളിച്ച്, അപ്പം ഞാനാണ് പോയി ചോദിച്ചത്, കണ്ടക്ടറാണ് പോയി ചോദിച്ചത്, ഇത് കാണിക്കുന്ന വണ്ടി ഇത്രയും ദൂരം പോകേണ്ട വണ്ടിയല്ലേ, അന്ന് കുന്നംകുളത്ത് വെച്ചാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അറിയാന്നുള്ളത് അന്നത്തെ സംഭവം ഇതായിരുന്നു എന്നുള്ളത്. അത് ലേഡിയായിരുന്നു ഓടിച്ചതെന്നാ, അല്ലെങ്കിൽ ലേഡിയല്ല ഓടിച്ചിരുന്നതെന്ന്, ലേഡിയുടെ സഹോദരൻ ഒരു 17 വയസ്സുകാരനാണ് ഓടിച്ചത്. പിന്നെ ലേഡി മാറി ഓട്ടിച്ചാണ് ഹോൺ അടിച്ച്, ബാക്കിൽ നിന്ന് കാറ് ഹോൺ അടിച്ച് അവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇതങ്ങ് വിട്ട്, നമ്മൾ ഇത് ഡെയിലി കാണണല്ലേ. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുന്ന ഇവരെ പാർട്ടിയിലെ അത് ആ ക്യാമറ അന്ന് ഞാൻ വണ്ടി ഓട്ടിച്ച വിഷ്വലൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ എടുക്കാൻ പോലീസിന് ഭയങ്കര ഉന്മേഷമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കേസിൽ ഒരു ഫയൽ പോലും ഇല്ല. അവരെ എല്ലാ ഡീറ്റെയിലും ഇനി കേസ് പറയുമ്പോൾ അതങ്ങെല്ലാം കൂടെ ഏൽപ്പിച്ചാൽ മതി. വണ്ടിയുടെ ടയർ മാത്രമല്ലെന്നല്ല, DVR അതും ഇതുമൊക്കെ ഉണ്ട്. മെമ്മറി കാർഡും കാണാനില്ല. മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ടാവും. അതായത് ഫേസ് ചെയ്ത്, ഇപ്പം ഇത് ഡ്രൈവർ ക്യാബിനെന്ന് ചോദിച്ചോ, ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് തലേരെ മീതയ്ക്ക്. അതായത് ഇവിടുത്തെ ഫുട്ബോഡിൽ നിന്ന്, ഫ്രണ്ട് ഫുട്ബോഡിൽ നിന്ന് ആൾ കയറുന്നതും ബാക്ക് വരെ കിട്ടുന്നത്. ഒരു ക്യാമറ ബാക്കിൽ, ഒരു ക്യാമറ ഇവിടെ ഈ ഫ്രണ്ടിലായിട്ട്, നമ്മളെ ഫ്രണ്ടിലത്തെ വണ്ടികളെ കാണാൻ വേണ്ടി. അപ്പം ഇതിൽ നിന്ന് എൻ്റെ എന്തെങ്കിലും ആംഗ്യമോ അല്ല എൻ്റെ ഇത് ഇവരുമായിട്ടുള്ള സംസാരമോ ഒന്നും കിട്ടൂല. ഇവരെ കൈക്രിയകളും ആംഗ്യങ്ങളും മാത്രമേ കാണുള്ളൂ. ബാക്കിൽ കിടന്ന് ഹോണിട്ട് അടിച്ചതും ഡോറിൽ കിടന്ന് തട്ടിയതും വലിച്ചു പിടിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇട്ട് നോക്കി, സംഭവം ഇട്ട് നോക്കിയപ്പോൾ ഇത് വെളിയിൽ വിട്ട് തന്നെ പണി പാടും എന്ന് പറഞ്ഞിട്ട് ഇവര് മുക്കി. എന്നാൽ ഇവള് നേരെ വന്ന് വണ്ടി നിർത്തിയിട്ട് ഇവള് വലിച്ച് തുറന്നിട്ട് ആദ്യം ചോദിച്ചത് ഇടുപ്പി കൈ വെച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ട് എടി വേറൊരു പയ്യന്റെ, വേറൊരു ഷിഫ്റ്റിലെ ഡ്രൈവറിന്റെ ഇട്. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞ നീ കൊടുക്കാന്ന് വേണ്ടെന്ന് പറഞ്ഞു, നീ വീഡിയോ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വീഡിയോ ഫോണിൽ ഡോർ തുറക്കാൻ ഡോറിലിട്ട് ഇടിച്ചത് ഡ്രൈവർ ഡോർ മറ്റേ അപ്പുറത്തെ ഹൈഡ്രോളിക് ഡോറിലിട്ട് ഇടിച്ചപ്പോഴത്തേക്ക് കണ്ടക്ടർ ഒന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു. കണ്ടക്ടർ വന്ന് എൻ്റെ അടുത്തോട്ട് ഒന്ന് താഴെ ലിവറിൽ പിടിച്ച് വലിച്ച് അത് തുറന്ന് സച്ചിൻ ദേവ് ഇതുവഴി കയറി അവൻ്റെ ഭീഷണിപ്പെടുത്തി അത് ഡിലീറ്റ് ചെയ്തു. ഷിഫ്റ്റിലെ ഡ്രൈവർ അവന് ഗൾഫിൽ പോകാനുള്ളതാണെന്ന് തന്നെ അവൻ്റെ വീട്ടിലൊക്കെ പോയി പാർട്ടിക്കാർ പോയി കണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ചവനെ. അത് റിക്കവർ ചെയ്ത് എടുക്കാനേ, ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. പാർട്ടിക്കാർ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയെന്ന്. അപ്പോഴേ ഞാൻ ആലോചിക്കണം, ഇതിൻ്റെ ശൃംഖല എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ശൃംഖലയാണ്. എൻ്റെ തന്തയുടെ വകയാന്ന് ഉള്ള സഹോദരൻ വന്ന് ചോദിച്ചു. അവനായിരുന്നു വണ്ടി ഓടിച്ചത്. അവനാണ് വണ്ടി ഓടിച്ചത്. വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ കേട്ട് ഇങ്ങനെ തോന്നിയ മാസം ഈ സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടിട്ടിട്ട് നിനക്കാ വയ്യാത്തത് എനിക്കാ വയ്യാത്തതെന്ന് വെച്ചു. നിനക്ക് വയ്യേടാന്ന് ചോദിച്ചു. നിനക്ക് ഇങ്ങനെ തന്നെ വെച്ചു, നിനക്ക് വയ്യേടാ, നിന്റെ തന്തയുടെ വകയാ റോഡെന്ന് ചോദിച്ചു. എൻ്റെ തന്തയുടെ വക എന്നടാ റോഡ്, നിനക്ക് ശമ്പളം തരണ്ടടാ. അപ്പം ഇവർ പാർട്ടിക്കാരാണെന്നും മേയറാണെന്നും പിന്നീട് പറയുകയാണ്. പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ശമ്പളം തന്നിട്ട് സംസാരിക്കുക. ഇവർ പാർട്ടിക്കാരല്ലേ, അങ്ങനെയെങ്കിലും പോയി മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ് ശമ്പളം വാങ്ങിച്ചിട്ട് ശമ്പളം പെൻഡിങ് 2 മാസത്തുണ്ടായിരുന്നു. അപ്പോൾ ശമ്പളം തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു, നിങ്ങൾ ശമ്പളം തന്നിട്ട് സംസാരിക്കും. അപ്പോഴാണ് പറഞ്ഞത് നിനക്ക് ശമ്പളം തരണ്ടടാ. അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഞാൻ അപ്പോൾ ആലോചിക്കുന്നു, ഞാൻ അപ്പോൾ ഉള്ളത് ചോദിക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലൊന്നുമില്ല, അപ്പോൾ ഉള്ളത് നമ്മളങ്ങ് ചോദിക്കുക, നിങ്ങളായി. ഇത് ചെറുത് വെള്ളം അടിച്ച് എല്ലാവരും ഫിറ്റായിട്ട് വന്നിട്ട് ചിലവർ വന്നിട്ട് ഞാൻ ദൈവമാണെന്നൊക്കെ പറയില്ലേ, അതേപോലെ മേയറായിട്ടെന്ന് പറഞ്ഞ് ഈ ഡ്രസ്സിലൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിക്കില്ലല്ലോ മേയർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മ മേയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയില്ലേ. അല്ല, പിണറായി വിജയനായാലും മേയറായാലും നമ്മൾ സാധാ ജനമാണ്. ഇവർ മേയറെന്ന് എഴുതിയ വണ്ടിയിൽ വന്നെങ്കിൽ നമുക്കറിയാം. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഒരു സ്ഥലമില്ല. ഇപ്പൊ മേയറോ പിണറായി വിജയനോ വന്ന് അവർക്ക് അത്യാവശ്യത്തിനല്ല അവരുടെ കൊച്ചിന് പാല് കൊടുക്കാന്നുള്ള ഒരു കാരണം കൊണ്ട് ഹോൺ അടിച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ സിറ്റിക്കകത്ത് കിടന്ന് അനുഭവിക്കുന്നത്. ഈ പിണറായി വിജയൻ പോകുമ്പോഴത്തേക്ക് ഈ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് നമ്മൾ നിന്നിട്ട് അവിടെ നിന്ന് പോണത് നോക്കിയിട്ട് തൊഴുതോട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ പിണറായി വിജയൻ വരെയാണ്, ഞാൻ ബസ്സും കൊണ്ട് കയറ്റിക്കഴിഞ്ഞാൽ ഏത് ഗതിയായിരിക്കും എൻ്റെ ജീവിതം. അപ്പൊ അതുകൊണ്ട് ഈ മേയറാണെന്നുള്ള നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്നാലും ഇവരെ കണ്ണൊക്കെ ചൊവ്വാന്ന് ഇരിക്കണ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസുകാരെടുത്ത് പറഞ്ഞു, പോലീസുകാർ വന്നിട്ട് ഞാൻ വണ്ടി മുന്നോട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ എൻ്റെ കൈയൊക്കെ പിടിച്ച് വിളിച്ച് വെളിയിലോട്ട് ഇറങ്ങാൻ, എന്നിട്ട് വേണം ഇനി അവരെ കയറി പിടിച്ചെന്നും കൂടെ പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി കഴിയുന്നവരെ വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പോയിൽ കൊണ്ട് നിർത്തുമ്പോഴേ വണ്ടി ഒന്ന് താഴെ ഇറങ്ങാവുള്ളൂ. ഇപ്പോൾ ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റേഷനിൽ ഓടിക്കൊള്ളണം. ഇതൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്.
പോലീസ് വന്നല്ല, പോലീസ് വരാതെ യേതുവിനെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ പരിശോധിക്കുകയൊക്കെ ചെയ്തില്ല? അതാണ് ഞാൻ പറഞ്ഞ അപ്പോ പിന്നെ മേയർ എങ്ങനെ പരിശോധിച്ചോ? ഇല്ല, ഒന്നുമില്ല. എന്നെ ഈ പോലീസുകാര് പിടിച്ച് കൊണ്ടുപോയി. വണ്ടി പോലീസ് വന്നപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി സൈഡിലോട്ട്, സാബല്യത്തിൻ്റെ സൈഡിലോട്ട് ഒതുക്കി. ഞാൻ പറഞ്ഞു സാറേ അപ്പുറത്തുനിന്ന് വരുന്ന റോഡ് ബ്ലോക്ക് ആകും, കുഴപ്പമില്ല വണ്ടി ഇവിടെ കിടക്കുന്നു. ഓഫ് ചെയ്തിട്ട് പിന്നെ അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു തന്നെ ബാക്കിൽ കയറുന്ന തന്നെ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ബാക്കിൽ കയറ്റി നേരെ തുറക്കാനും പറ്റാതെ അടയ്ക്കാനും പറ്റുന്ന വണ്ടിയിൽ അങ്ങ് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല, മേയറാണ് ചുമ്മാ പറയണായിരിക്കും എന്ന് വെച്ചാൽ. പോലീസുകാർ പറഞ്ഞു നിന്റെ ചിരിയൊക്കെ അങ്ങ് മാറും കേട്ടാ, നാളെ നേരം വെളുത്തോട്ട് എല്ലാ ചാനലുകാരും വരും, പോലീസ് നീ എന്നൊക്കെ അറിയാമെന്നുള്ളവരെയൊക്കെ വിളിച്ചിട്ട് നീ പരാതി പെട്ടെന്ന് സ്റ്റേഷനിൽ ചെന്നൊരെണ്ണം എഴുതി കൊടുത്തോളണം, അവർ പരാതി കൊടുക്കണതിന് മുമ്പ് കൊടുത്തോളണം എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ പരാതി കൊടുക്കണേ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്, എനിക്കൊരു കൂള എന്നു നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവരെന്തൊരു പോലീസുകാർ ഉടനെ ഭയങ്കര വെപ്രാണ് പോലീസുകാർക്ക്. ഇവിടെ ശാന്തിവിള ഹോസ്പിറ്റലിൽ എന്ന ഡോക്ടറാണ് അവിടെ ഇരുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് പെട്ടെന്ന് മെഡിക്കൽ എടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളല്ല പറയേണ്ട, ഡോക്ടർ പറയണേ, എന്നെ അറിയാം ഡോക്ടറിന്, ഭയങ്കര കമ്പനിയാണ്, എൻ്റെ സ്വഭാവവും എൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിയാം. എന്ത് കാര്യമാണ്? അപ്പോൾ പോലീസുകാർ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് മേയറെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് വണ്ടി തടഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ മെഡിക്കൽ എടുക്കണം അല്ലേ? അപ്പോൾ പറഞ്ഞു സാറേ മറ്റേ ഇത് ഊതി ചെക്ക് ചെയ്താൽ മതി, മറ്റത് പിന്നീട് ചെയ്യാമെന്നാണ്. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വെളിയിലിറങ്ങാൻ പറഞ്ഞു. പോലീസുകാർ വെളിയിലിറങ്ങി കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഉടനെ ഊതി ചെക്ക് ചെയ്തപ്പോൾ സംഭവം ഇല്ല. അപ്പോൾ ആ റിപ്പോർട്ട് കറക്റ്റ്. ഇന്ന് ഇവർക്ക് അത് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ബ്ലഡും കൂടെ ചെക്ക് ചെയ്യണം. ബ്ലഡും കൂടെ എടുത്ത് അതിൻ്റെ റിപ്പോർട്ടും വന്നു, അതിൽ നെഗറ്റീവ്. വണ്ടി ഓടിച്ച പയ്യൻ്റെതും എടുത്തില്ല. ഏത് വണ്ടി ഓടിച്ചവരെ ഈ 5 പേരെ മെഡിക്കൽ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു പോലീസുകാർ എടുക്കണമെന്ന്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവർ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മാത്രം ഇതെന്ന് മാത്രമേ ഉള്ളൂ, വലിയ ആൾക്കാർക്ക് എന്തു ആവാമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും വലിയ ആളാവണം എന്ന് ഞാൻ ചിന്തിച്ചോണ്ട് ഇടയ്ക്കിടെ എങ്ങനെയും വലിയ ആളാവണം. എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ അങ്ങനെ? അല്ല, ആരും എന്നെ ആരും വരുന്നില്ല, ഇപ്പൊ വരുന്നില്ലെന്ന്. അന്ന് ആ സമയത്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലൊന്ന് ആലോചിച്ചേടാ. ആ സമയത്ത് ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ജനങ്ങൾ മറന്നിട്ടില്ല, പാവപ്പെട്ടവരും മറന്നിട്ടില്ല. കൊച്ചിനെതിരെയൊക്കെ എന്തെങ്കിലും ഭീഷണി? കൊച്ചിനെതിരെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അവന് കൊച്ചുണ്ടെന്നുള്ള ഓർമ്മ വേണം, അതുകൊണ്ട് അവൻ മര്യാദയ്ക്കൊക്കെ സംസാരിക്കണം, പറയണം. അത് ഏതോ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് 2-3 ആൾക്കാർ പറഞ്ഞു. ഇവിടെ ഇനി വോട്ടിന് വരുമ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത എന്തോ വോട്ടിന് വരുമല്ലോ, ഇലക്ഷൻ ഇവിടെ വരുമല്ലോ, വീട്ടിൽ വരുമല്ലോ. ഞാൻ പഴയൊരു കാർഡ് ഞാൻ വച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ആര് വിശ്വസിക്കാത്തവന്മാർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CIT ചാല യൂണിറ്റിന്റെ ആണ്. ചാല എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്നു. ചേച്ചി പോലും വിശ്വസിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചേട്ടാ. നമ്മള് ഈ പാർട്ടിയില് അനുഭാവിയായിരുന്നാ മാത്രം പോരാ, അതിലേറ്റവും മേളിലത്തെ ഏതെങ്കിലും നിരയിൽ കൂടി ആയിരിക്കണം എന്നുള്ളതും പ്രധാനം അല്ലേ? അതിന് മേളിലത്തെ നിരയിലെത്തണമെങ്കിൽ നമ്മള് അടുത്തുള്ളവന്, ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണെങ്കിൽ അടുത്തുള്ളവനെ തേക്കാൻ പഠിക്കണം. ആ മനസ്സ് എനിക്കില്ല. കൂടെ ഉള്ളവനും കൂടെ നന്നാവണം, ചതിക്കാൻ പഠിക്കുക, എല്ലാം പഠിക്കും. ചതി നമ്മുടെ ഹിസ്റ്ററിയിലേ ഇല്ല. ചതി വഞ്ചന, അതല്ലേ ഇവർ ചതിയാണ് ചെയ്തത്. ഈ സ്ത്രീകളെ നാണക്കേടാണ്, സ്ത്രീകൾക്ക് നാണക്കേടാണ്. ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു സംഭവം നടന്ന് ഒറിജിനലായിട്ട് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കൂല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞ് അതാണ് കാര്യം. ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് ജനങ്ങളായതുകൊണ്ടാണ് ഇവരെ കൊല്ലാതെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സപ്പോർട്ട് ജനങ്ങൾ പിന്നെയും തന്നാലേ നമുക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല രീതിയിൽ താല്പര്യമുണ്ട്. ഇതിന് സത്യാവസ്ഥ പുറത്ത് വരണം. എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞാൻ ശിക്ഷ അർഹിക്കുന്നുണ്ട്, അത് ശിക്ഷ ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ്, ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. അതൊക്കെ കോടതി വിധിക്കിട്ട്, കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് സ്വാഗതാർഹമായി ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ പോലെ. പിന്നെ എൻ്റെ മോനെയും കൂടെ കോടതി നോക്കിക്കൊള്ളണം. ഞാൻ ഇങ്ങ് വന്ന് ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ നോക്കാറുമില്ല, കോടതിയും ഗവൺമെൻറ്റും ഒക്കെ ഏറ്റെടുത്തോളണം.
മേയർ പറയും പോലെ എൻ്റെ മോളെ നോക്കാനാണ് ഓടിയ പോലെ എൻ്റെ മോനെ നോക്കാനാണ് ഞാൻ സ്പീഡ് സൂപ്പർ ഫാസ്റ്റ് 80 കട്ട് ഓഫ് ഉള്ള വണ്ടിയാണ് ഞാൻ വേഗപ്പൂട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഓടി വന്നതെന്നാണ് പറയുന്നത്. ഇവരെ ഇടിക്കാൻ കരുതിയെന്ന്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറയും, എല്ലാവരും ദൂരെ നിന്നുകൊണ്ടാവാൻ പെണ്ണുകൂടിയ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്നെ അടുത്തറിയുന്ന ഒരു മനുഷ്യരും ഇപ്പം അവിടെ വന്ന് ചോദിച്ചില്ലേ വന്ന് ഒറ്റ മനുഷ്യരും പറയൂല. ഇവിടെ കുറച്ച് പേര് പാർട്ടിക്കാരുണ്ട്, അവർ ഇങ്ങനെ ഇത് ഗ്രൂപ്പിൽ ഇപ്പോൾ വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ട് പെണ്ണുകൂടിയെന്ന് പറഞ്ഞോളണമെന്ന് പറഞ്ഞാൽ പെണ്ണുകൂടിയെ. ഇപ്പോൾ ഉറുമ്പിനെ കാണിച്ചിട്ട് ആനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന തന്നെ ഈ പറഞ്ഞു തന്നെ വർഗശത്രുവായി. ഇനി അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായി എന്ന് പറയുന്ന പോലെ. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം എല്ലാ കാലവും നടക്കില്ല. ഇപ്പോഴത്തെ ജനങ്ങൾ ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരുടെ നടക്കൂല. ഇനി ഇലക്ഷനിലൊക്കെ കാണാം. ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇത് ഞാൻ വായിക്കുകയും TV കാണുകയൊക്കെ ചെയ്യുന്നതാണ്, കാണുന്നുണ്ട്. നേരിട്ട് ജനങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട്. മിക്ക ആൾക്കാരും പറഞ്ഞാൽ ഇനി വരത്തില്ല എന്നാണ് പറയണത്. എൻ്റെ ഒരു കണക്കുകൂട്ടലെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷത്തിന് അതിനായിട്ട് ശക്തമായിട്ട് എതിർക്കുന്നില്ല. ഇവരെ ഒരു ഇത് കൂടെ ചേർത്ത് നിർത്തും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ എന്നെ ഇങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്ക് അവസാന നിമിഷം ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അമ്മച്ചിയാർക്ക് കിറ്റ് കിട്ടി തന്നെ അരി കിട്ടി മക്കളെ 2 കൂടി അത് അതോടെ അവരും ഫ്ലാറ്റ്. അപ്പോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പൊ യദുവിന്റെ അടുത്ത് ഞാൻ ചോദിക്കായിരുന്നു പ്രേക്ഷകരോട് എന്താണ് ഇനി യദുവിന് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോ, ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്, എന്നെ അവർ കൊല്ലാതെ വിട്ടിരിക്കുന്നത് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണെന്ന്. അപ്പോൾ ഒരു സമയത്ത് ഇടതുപക്ഷത്തിനോടൊരു അനുഭാവം കാണിച്ചിരുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയോട് അനുഭാവം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇടതുപക്ഷത്തോടായിരുന്നു. എന്നിട്ട് പോലും ബന്ധുക്കളിൽ അധികം പേരും ഇടതുപക്ഷത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നവരായിട്ട് പോലും അവർ ഒരു ന്യായത്തിൻ്റെ പക്ഷത്ത് പോലും നിൽക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീയുടെ അധികാര ദുർവിനിയോഗം, ധാർഷ്ട്യം, അതിനിരയായി ഇപ്പോൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഓടുന്ന ഒരു അവസ്ഥയിലാണ് യദു ഉള്ളത്. തുടർന്ന് നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് യദുവിനുണ്ടായിരിക്കണം. തുടർന്ന് എന്തൊരു കാര്യത്തിനും പൊതുജനങ്ങളുടെ മുന്നിൽ യദു വന്നാലും നമ്മളാണ് യദുവിൻ്റെ ഏക സപ്പോർട്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ.